നമസ്കാരം. ഫാർമ ലോകത്ത് മരുന്നുകളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന ഒരു നിർണായക സംവിധാനമുണ്ട്. പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെങ്കിൽ QMS. അപ്പോൾ എന്താണ് ഈ QMS? നമുക്കിതിനെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഒരു ഫാർമ കമ്പനിയിലെ ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകൂലേ? എന്നാൽ ശരിക്കും ഉത്തരവാദിത്തം അവിടെ മാത്രമാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മരുന്നിന്റെ ക്വാളിറ്റിക്ക് 100% ഉത്തരവാദി ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണോ? ഇത് വളരെ സാധാരണയായി കേൾക്കുന്നൊരു കാര്യമാണ്. പക്ഷേ യാഥാർത്ഥ്യം അതാണോ? അതെ, പൊതുവെയുള്ളൊരു ധാരണ QA ഡിപ്പാർട്ട്മെന്റാണ് എല്ലാത്തിനും ഉത്തരവാദി എന്നാണ്. എന്നാൽ റെഗുലേറ്ററി അധികാരികൾ ഒരു ഇൻസ്പെക്ഷന് വരുമ്പോൾ അവരൊരു വ്യക്തിയെയോ ഒരു ഡിപ്പാർട്ട്മെന്റിനെയോ അല്ല നോക്കുന്നത്. അവർ നോക്കുന്നത് ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥ പ്രശ്നത്തിന്റെ കാതലിലേക്ക് വരികയാണ്. ഒരു ക്വാളിറ്റിയിൽ പ്രശ്നമുണ്ടായാൽ അതൊരു വ്യക്തിയുടെ പിഴവാണോ, അതോ അതിലും വലുതായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോക്കൂ, ഒരു തെറ്റ് പറ്റുമ്പോൾ ഒരാളെ പഴിചാരാൻ വളരെ എളുപ്പമാണ്. എന്നാൽ റെഗുലേറ്റർമാർക്കറിയാം, ഒരു സിസ്റ്റം വീക്കാണെങ്കിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ജീവനക്കാരനാണെങ്കിലും അവർക്ക് തെറ്റുപറ്റാം. അതുകൊണ്ടാണ് അവരെപ്പോഴും വ്യക്തികളെക്കാൾ ഉപരി സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കമ്പനിയിൽ ശക്തമായ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ നിയമങ്ങൾ പാലിക്കുന്നത് ഒരു ശീലമായി മാറും. നേരെമറിച്ച് സിസ്റ്റം ദുർബലമാണെങ്കിലോ അത് വീണ്ടും വീണ്ടും തെറ്റുകൾ സംഭവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇത്രയും നേരം നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞില്ലേ? നമ്മുടെ ഇന്നത്തെ വിശകലനത്തിലെ പ്രധാനി അതുതന്നെയാണ്. അതെ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം അഥവാ QMSനെ കുറിച്ചാണ്. ഇത് കേട്ടിട്ട് വലിയൊരു സംഭവമാണെന്ന് തോന്നാം. പക്ഷേ സിമ്പിളായി പറഞ്ഞാൽ, ഒരു മരുന്നുണ്ടാക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റിയും സുരക്ഷയും എല്ലാ തവണയും ഒരുപോലെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങളും ചിട്ടകളുമാണ് QMS. ഇതൊരു ചട്ടക്കൂടാണ്. ഈ സിസ്റ്റത്തിന് പ്രധാനമായും 4 തൂണുകളുണ്ട്. 1 നയങ്ങൾ, അതായത് എന്ത് ചെയ്യണമെന്നുള്ള നിയമങ്ങൾ. 2 നടപടിക്രമങ്ങൾ, അതായത് ഓരോ കാര്യവും എങ്ങനെ ചെയ്യണമെന്നുള്ള കൃത്യമായ വഴികൾ. 3 ഉത്തരവാദിത്തങ്ങൾ, ആര് എന്ത് ചെയ്യണമെന്നുള്ള വ്യക്തത. പിന്നെ 4ാമത്തത് രേഖകൾ, അതായത് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ തെളിവുകൾ. ഈ ഒരൊറ്റ വാചകം മതി QMSന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. നല്ല ഉൽപ്പാദന രീതികൾ അഥവാ GMPയുടെ നട്ടെല്ലാണ് QMS. ആ നട്ടെല്ലില്ലെങ്കിൽ ആ സിസ്റ്റം മുഴുവനായി തകർന്നു പോകും. ശരി, തിയറിയൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഒരു ഫാർമ കമ്പനിയിൽ ഇതെങ്ങനെയാണ് പ്രായോഗികമായി പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് പല ഡിപ്പാർട്ട്മെന്റുകളെയും ഇത് ഒരുമിച്ച് നിർത്തുന്നത്? നമുക്ക് നോക്കാം. ഇതൊന്നു ശ്രദ്ധിക്കൂ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മരുന്നുണ്ടാക്കുന്നു. ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അത് പരിശോധിച്ച് ഡാറ്റ നൽകുന്നു. ക്വാളിറ്റി അഷുറൻസ് ഇതെല്ലാം പരിശോധിച്ച് ഓക്കെ പറയുന്നു. ഒറ്റനോട്ടത്തിൽ ഇവയെല്ലാം വെവ്വേറെ ജോലികളായി തോന്നാം. എന്നാൽ ഇവിടെയാണ് QMSന്റെ എൻട്രി. ഈ 3 വിഭാഗങ്ങളെയും ഒരുമിച്ച് ഒരു കുട കീഴിൽ കൊണ്ടുവന്ന് എല്ലാം ശരിയായ രീതിയിലാണോ പോകുന്നതെന്ന് നിയന്ത്രിക്കുന്ന ശക്തിയാണ് QMS. ഒരു കമ്പനിയുടെ QMS ദുർബലമാണോ എന്ന് ഇൻസ്പെക്ടർമാർക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അവർ പ്രധാനമായും ഈ ലക്ഷണങ്ങളാണ് നോക്കുന്നത്. കൃത്യമായ SOPകളില്ലായ്മ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് ശരിയായി കൈകാര്യം ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്മേൽ ശരിയായ നടപടിയെടുക്കാതിരിക്കുന്നത്. ഇതെല്ലാം ഒരു സിസ്റ്റം പരാജയത്തിന്റെ വ്യക്തമായ സൂചനകളാണ്. ഇതുവരെ നമ്മൾ QMS എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടു. ഇനി നമ്മൾ എന്തുകൊണ്ട് ഇതിത്രയധികം നിർബന്ധമാക്കുന്നു എന്നതിലേക്കാണ് കടക്കുന്നത്. ഉത്തരം 2 നിയമം, പിന്നെ രോഗികളുടെ സുരക്ഷ. ഓർക്കുക, ഇതൊരു നല്ല ശീലം മാത്രമല്ല. ഇന്ത്യയിലെ പുതുക്കിയ ഷെഡ്യൂൾ M അനുസരിച്ച് എല്ലാ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും ശക്തമായ ഒരു ക്വാളിറ്റി സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നത് ഒരു നിയമപരമായ ബാധ്യതയാണ്. ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് QMS ഇത്ര പ്രധാനമാകുന്നത്? 1 നിയമങ്ങൾ പാലിക്കാൻ. 2 ഏറ്റവും പ്രധാനപ്പെട്ടത് രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ. 3ാമത്തത് ഒരു കമ്പനിയുടെ ദീർഘകാല നിലനിൽപ്പിന്. ശക്തമായ QMS ഇല്ലാത്തൊരു കമ്പനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പലപ്പോഴും ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്ന 2 വാക്കുകളാണ് GMPയും QMSഉം. ഇവ തമ്മിലുള്ള കൃത്യമായ വ്യത്യാസം എന്താണെന്ന് നമുക്ക് അവസാനമായി ഒന്ന് നോക്കാം. ഈ ഒരു വിശകലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ശ്രദ്ധിച്ചു കേൾക്കുക. നല്ല ഉൽപ്പാദന രീതികൾ അഥവാ GMP നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നു. എന്നാൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം അഥവാ QMS നിങ്ങളത് ശരിയായി ചെയ്യുന്നുണ്ടെന്നും എല്ലാ തവണയും ഒരേപോലെ ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നു.
ഉദാഹരണത്തിന് GMP ഒരു പാചകക്കുറിപ്പ് പോലെയാണെങ്കിൽ ആ പാചകക്കുറിപ്പ് ഉപയോഗിച്ച് ഓരോ തവണയും ഒരേ രുചിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന ഒരു സൂപ്പർവൈസറാണ് QMS. നമുക്ക് ഈ ഒരു ചിന്തയോടെ അവസാനിപ്പിക്കാം. ക്വാളിറ്റി എന്നത് അവസാനത്തെ ടെസ്റ്റിംഗിൽ കണ്ടെത്തേണ്ട ഒന്നല്ല. അത് ഉൽപ്പാദന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും, അതായത് ആ സിസ്റ്റത്തിൽ ഉടനീളം കരുതലോടെ കെട്ടിപ്പടുക്കേണ്ട ഒന്നാണ്. ഒരു പ്രശ്നം വന്നിട്ട് പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നം വരാതെ നോക്കുക, അതാണ് QMSന്റെ ആത്മാവ്.